നമസ്കാരം. പ്രതിരോധ തലത്തിലെ നൂതന സാങ്കേതിക വിദ്യാ വികസനത്തിലൂടെയും ആയുധ ശേഖരത്തിലൂടെയും ചൈന ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ചൈന ഇതിനകം നേടിയെടുത്തതും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ പുത്തൻ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തുവരാറുമുണ്ട്. ഇപ്പോഴിതാ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വരുന്ന സെപ്റ്റംബർ 3 ചൈനയുടെ തലസ്ഥാന നഗരിയായ ബീജിംഗിൽ ഒരു വലിയ സൈനിക പരേഡ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിന്റെ ഭാഗമായി പീപ്പിൾ ലിബറേഷൻ ആർമി ഒരു റിഹേഴ്സൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഹൈപ്പർസോണിക് മിസൈലുകൾ, ലേസർ സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിങ്ങനെ 100ൽ പരം അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ അണിനിരത്തിയുള്ള ആ റിഹേഴ്സലിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇപ്പോൾ ആഗോള പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇത് ചൈന ലോകത്തിനു മുന്നിൽ നടത്തുന്ന ശക്തി പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ടിയാനൻമെൻ സ്ക്വയറിന് സമീപത്തായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ നടന്ന റിഹേഴ്സലിൽ ഏകദേശം 40,000 ഉദ്യോഗസ്ഥർ പങ്കെടുത്തുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സെപ്റ്റംബർ 3 നടക്കാനിരിക്കുന്ന ഔദ്യോഗിക പരേഡിൽ പ്രദർശിപ്പിക്കാനിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും ആ റിഹേഴ്സലിന്റെ ഭാഗമായി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് 2015 ചൈന ആദ്യമായി ഇത്തരമൊരു സൈനിക പരേഡ് നടത്തിയത്. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വരുന്ന സെപ്റ്റംബർ 3 സംഘടിപ്പിക്കുന്ന സൈനിക പരേഡിന് മുന്നോടിയായി ചൈന നടത്തിയ റിഹേഴ്സലിന്റെ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും കാണപ്പെട്ട ആയുധ സംവിധാനങ്ങളിൽ ചൈനയുടെ അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളിൽ ശ്രദ്ധേയമായ YJ-15 കപ്പൽ വേധ മിസൈലും YJ-17, YJ-19, YJ-20 എന്നീ 3 ഹൈപ്പർസോണിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. YJ-15 എന്നത് ഉയർന്ന വേഗതയിലുള്ള ക്രൂസ് മിസൈലാണ്. YJ-17 എന്നത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ്. YJ-19 എന്നത് സ്ക്രാംജെറ്റ് എഞ്ചിനോട് കൂടിയ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലും YJ-20 എന്നത് ബൈക്കോണിക് മാനേവറബിൾ റീ എൻട്രി വെഹിക്കിളുമാണ്. ഇത് അന്തരീക്ഷത്തിൽ അതിവേഗ ആക്രമണം നടത്താൻ അനുയോജ്യമാകും വിധമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ YJ സീരീസ് മിസൈലുകൾ ചൈനയുടെ സമുദ്ര ആകാശ ആക്രമണ ശേഷിയുടെ പ്രകടനമാണ്. ഇവ ലോകത്തിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ചൈന പ്രദർശിപ്പിക്കുകയുണ്ടായി. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സിംഗിൾ സൈഡ് ക്യാബ് ഡിസൈനുള്ള ഒരു ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ വാഹനത്തിലാണ് ഇത് വഹിച്ചിരുന്നത്. അതുകൂടാതെ ഒരു വലിയ മിസൈൽ കാനിസ്റ്റർ കവറിൽ വഹിക്കുകയും ചെയ്തു. AJX-002 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആളില്ല ജലാന്തർ സംവിധാനവും റിഹേഴ്സലിന്റെ ഭാഗമായി. ഏകദേശം 20 മീറ്റർ നീളവും ടോർപിഡോ ആകൃതിയിലുള്ളതുമായ ആ സംവിധാനത്തിനൊപ്പം അതിലും വലിയ മറ്റൊരു ജലാന്തർ ആക്രമണ വാഹനവും മൂടിയിട്ട് രഹസ്യമായി കൊണ്ടുപോകുന്നതും കാണാനാകും. 8 ചക്രങ്ങളുള്ള ഒരു വലിയ മറച്ചുവെച്ച വാഹനവും റിഹേഴ്സലിനിടെ ഏറെ ശ്രദ്ധ നേടി. ചൈനയുടെ നിലവിലുള്ള ലേസർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടേതിന് സമാനമായിരുന്നു ആ വാഹനം. അതിന്റെ വലിപ്പം സൂചിപ്പിക്കുന്നത് ഉയർന്ന ഊർജമുള്ള ലേസർ സംവിധാനങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയുമെന്നാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കരയധിഷ്ഠിത യുദ്ധ സംവിധാനങ്ങളിൽ ടൈപ്പ് 99A ചെറിയൊരു ലൈറ്റ് ടാങ്ക് പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. ആളില്ല ടററ്റിൽ 105 mm തോക്ക് വഹിച്ചിരുന്ന അതിൽ 4 വശങ്ങളിലും റഡാർ സംവിധാനങ്ങളും സജീവ സംരക്ഷണ സംവിധാനങ്ങളും ഒരു ലേസർ ആയുധവും ഒരു എയർ ഡിഫൻസ് ഗൺ എന്നിവയും ഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഓപ്പറേറ്റർമാരായിട്ടുള്ള ക്രൂ അംഗങ്ങൾ ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി ഡിസ്പ്ലേകളുള്ള ഹെൽമെറ്റുകൾ ധരിച്ചിരിക്കുന്നതായും കാണപ്പെട്ടു. അധിക കവചിത വാഹനങ്ങളിൽ കാലാൾപ്പട പോരാട്ട വാഹനങ്ങളും അഗ്നിശമന പിന്തുണ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുത്തിയിരുന്നു. അതിലുൾപ്പെട്ട സജീവ സംരക്ഷണ സംവിധാനങ്ങൾ ഏറെ ശ്രദ്ധ നേടി. വിവിധ ഡ്രോണുകളും ആളില്ല ഗ്രൗണ്ട് വെഹിക്കിൾസും ഈ റിഹേഴ്സലിൽ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസും റിഹേഴ്സലിൽ അണിനിരുന്നു. അതുപോലെ തന്നെ അടുത്ത തലമുറ ടാങ്കുകളും ആർമർഡ് വാഹനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി. ഇങ്ങനെ കര, നാവിക, വ്യോമതലങ്ങളിൽ ചൈനയുടെ കൈവശമുള്ള പുതിയ തലമുറ ഹൈപ്പർസോണിക് ആയുധങ്ങളും ലേസർ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംവിധാനങ്ങളും സ്റ്റെൽത്ത് ഡ്രോണുകളും ജലാന്തർ ആക്രമണ സംവിധാനങ്ങളും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും ഇൻഫർമേഷൻ വാർഫെയർ സിസ്റ്റങ്ങളും അടങ്ങിയ സമ്പൂർണ്ണ പ്രതിരോധശേഷി പ്രകടനമാണ് ചൈന നടത്തിയത്. ഇത് ചൈനയുടെ സൈനിക നവീകരണത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും നേർക്കാഴ്ചയായി മാത്രം കാണാനാവില്ല.
മറിച്ച് ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് US, നാറ്റോ അംഗങ്ങൾ, ഇന്ത്യ, ജപ്പാൻ മുതലായ രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായും വിലയിരുത്തപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.